أيها الإخوان أوصيكم عباد الله وإياي بنفسي أولا بتقوى الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും നിരന്തരം അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമായി ഞാൻ എന്നോടെന്നതുപോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ ജീവിക്കുവാനും അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരു മനുഷ്യനൊരു പ്രയാസം നേരിടുന്ന ഒരാളെ കണ്ടാൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. കണ്ണുകൾക്ക് കാഴ്ചശക്തിയില്ലാത്ത ഒരാൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് അല്ലാഹു തആല തന്ന നിഅമത്ത് എത്ര വലിയതാണ് എന്നോർക്കാൻ കഴിയണം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹം എത്ര വലിയതാണ് എന്ന് ഓർക്കാൻ കഴിയണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും പരീക്ഷണങ്ങളാലും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയണം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി. അല്ലാഹുവേ, നീ എനിക്ക് വളരെ സൗഖ്യകരമായ നല്ല നിലയിലുള്ള ഒരവസ്ഥയാണല്ലോ തന്നിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥ തന്നപ്പോൾ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. അത് മാത്രവുമല്ല, വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. നീ സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം ആളുകളിൽ, ധാരാളക്കണക്കിന് ജീവവർഗങ്ങളിൽ എനിക്ക് വളരെയധികം ശ്രേഷ്ഠത തന്നുകൊണ്ട്, വളരെയധികം പവിത്രത നൽകിക്കൊണ്ട് എനിക്ക് നീ അനുഗ്രഹം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഫളൽ, അള്ളാഹുവിന്റെ അനുഗ്രഹം, അവന്റെ പ്രത്യേകമായ ആ ശ്രേഷ്ഠത നമ്മൾക്ക് നൽകിയിട്ടുണ്ട് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് പറയുന്നത്, വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല. അല്ലാഹുവേ, നീ എനിക്ക് ഫളല് തന്നു, നീ എനിക്ക് തന്നു വലിയ ഫളല്, മറ്റുള്ള പലർക്കും നൽകാത്ത ഫളല് എനിക്ക് തന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഫളല്? ധാരാളം നമ്മൾക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായത്തിലെ 70-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന ഒരു വചനമുണ്ട്. അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ശ്രേഷ്ഠതയെക്കുറിച്ച്, ഫളിനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്. വലഖദ് കറംനാ ബനീ ആദം.
തീർച്ചയായും മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുകയാണ്, മനുഷ്യർക്ക് നാം പ്രത്യേകമായ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നൽകിയ ശ്രേഷ്ഠതകളെ കുറിച്ച് പറയുന്നു, വഹമൽനാഹും ഫിൽ ബദ്ദി വൽ ബഹർ, കരയിലും കടലിലുമെല്ലാം സഞ്ചരിക്കുവാനുള്ള യാത്രാമാർഗങ്ങളും സാഹചര്യങ്ങളും മനുഷ്യർക്ക് ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് അല്ലാഹു തആല മനുഷ്യന് ശ്രേഷ്ഠത നൽകി. അതുപോലെ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, നല്ല വസ്തുക്കളിൽ നിന്ന് അല്ലാഹു തആല ദാനമായ നിലയിൽ അവർക്ക് നൽകുകയും ചെയ്യുന്നു. നമ്മളുടെ ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം എന്നല്ല, മറിച്ച് അല്ലാഹു നമ്മൾക്ക് നൽകുന്ന എന്തെല്ലാം ഉണ്ടോ അനുഗ്രഹങ്ങൾ, അവയെല്ലാം അതിൽ ഉൾപ്പെടും. അപ്പൊ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള മക്കളാകട്ടെ, ജീവിത വിഭവങ്ങളാകട്ടെ, തൊഴിലുകളാകട്ടെ, സമ്പത്താകട്ടെ, റിസ്ഖാകട്ടെ, അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ഇവയെല്ലാം ഏറ്റവും വിശിഷ്ടമായ അവസ്ഥയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുകയും അങ്ങനെ വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ, മറ്റുള്ള മാലോകരെക്കാൾ, മറ്റുള്ള പല വസ്തുക്കളെക്കാളും, പല സൃഷ്ടിജാലങ്ങളെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠത നൽകുകയും ചെയ്തു, മനുഷ്യർക്ക് ഫള് നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉണർത്തുകയാണ്. ഖുർആനിലെ മറ്റൊരു ഭാഗത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികളായിരുന്ന ബനി ഇസ്രായീല്യരെ കുറിച്ച് പറയുന്നുണ്ട്. ബനി ഇസ്രായീല്യരെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ചില അനുഗ്രഹങ്ങൾ ഓർക്കാൻ പഠിപ്പിക്കുന്നു. യാ ബനി ഇസ്രായീൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ബനി ഇസ്രായീല്യരെ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, മാലോകരെക്കാൾ നിങ്ങൾക്ക് ഞാൻ ഫള് തന്നു, മാലോകരെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത തന്നു. അങ്ങനെ നിങ്ങളുടെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. എന്താണ് സഹോദരങ്ങളെ ബനി ഇസ്രായീല്യരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹം? പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. വലഖദ് ആതൈനാ ബനി ഇസ്രായീലൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായീല്യർക്ക് നൽകിയ ഫളല്, ശ്രേഷ്ഠത എന്താണ് എന്ന് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. വലഖദ് ആതൈനാ ബനി ഇസ്രായീലൽ കിതാബ, അല്ലാഹു പറയുകയാണ്, ഇസ്രായേൽ സന്തതികൾക്ക് നാം വേദഗ്രന്ഥം കൊടുത്തു. വൽ ഹുക്മ വൻ നുബുവ്വത, പ്രവാചകത്വവും ആ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് വിധികൾ നടത്തുവാനുള്ള ആ ഒരു അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് അവർക്ക് ജീവിതത്തിൽ ധാരാളമായ ദാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനെ വഫല്ലൽനാഹും അലൽ ആലമീൻ, നിങ്ങളെ മാലോകരെക്കാൾ നാം ശ്രേഷ്ഠരാക്കി എന്ന് അല്ലാഹു തആല പറയുകയാണ്. അഥവാ ഈ ആയത്തിൽ അല്ലാഹു തആല ബനി ഇസ്രായീല്യരെ മാലോകരെക്കാൾ ശ്രേഷ്ഠരാക്കിയത് വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം കൊടുത്തുകൊണ്ടും പ്രവാചകത്വമാകുന്ന അനുഗ്രഹം നൽകിക്കൊണ്ടും ആ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് വിധികൾ നടത്തി ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തു എന്നതുമാണ് മാലോകരെക്കാൾ അവർക്ക് നൽകിയ ശ്രേഷ്ഠതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പരിചയപ്പെടുത്തുന്നത്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെയും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും നമ്മൾക്കറിയാം. രണ്ട് പ്രവാചകന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മറ്റൊരാൾക്കും നൽകിയിട്ടില്ലാത്ത അധികാരം നൽകിയിട്ടുള്ള പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്ന ഒരു വചനത്തിൽ നമ്മൾക്ക് കാണാം. വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമാ, അല്ലാഹു തആല പറയുകയാണ്, വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമാ, ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നാം ഇൽമു കൊടുത്തു, അറിവ് കൊടുത്തു എന്ന് അല്ലാഹു തആല പറയുകയാണ്. ആ അറിവ് കിട്ടിയപ്പോ അവര് പറയുകയാണ്, വഖാല
അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ആ പ്രവാചകന്മാർ പറയുകയാണ്, അല്ലാഹുവേ, നിന്നെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള വേദഗ്രന്ഥത്തിന്റെ അറിവ് ഞങ്ങൾക്ക് തന്നിരിക്കുകയാണല്ലോ. അൽഹംദുലില്ലാഹ്, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അല്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, മാലോകരിൽ പല ആളുകളിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിക്കൊണ്ട്, വിശ്വാസികളിൽ ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് അറിവ് തന്ന അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും അല്ലാഹുവിനെ സ്തുതിക്കുന്നതായി പരിശുദ്ധമായ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഖുർആനിലെ ഈ ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മറ്റൊന്നിനുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ ഫള് എന്ന് പറയുന്നത് അല്ലാഹു വേദഗ്രന്ഥത്തിന്റെ അറിവുകൾ അവർക്ക് നൽകുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. നമ്മൾക്ക് പരിശുദ്ധമായ വേദഗ്രന്ഥം ലോകാവസാനം വരേക്കുള്ള എല്ലാ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമായി എല്ലാ കാലഘട്ടത്തെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ കഴിയത്തക്കവണ്ണമുള്ള വേദഗ്രന്ഥമാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, ജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ യഥാർത്ഥ രക്ഷിതാവിന്റെ മാർഗം കണ്ടെത്താൻ കഴിയാതെ തോറ്റുപോകുന്ന ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികളായ നമ്മൾ തീർച്ചയായും അല്ലാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഈ വേദഗ്രന്ഥത്തെക്കുറിച്ച് അറിയാതെ, അതിന്റെ മഹത്വം തിരിച്ചറിയാതെ അതിനെ വിമർശിക്കുകയും അതിനെ കരിച്ചു കളയുകയും അതിനെ എതിർക്കുകയും അതിനെ ആക്ഷേപിക്കുകയും അത് ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഒക്കെ ഗ്രന്ഥമാക്കി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വേദഗ്രന്ഥത്തിന്റെ അനുയായിയായി അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരവസ്ഥ എനിക്ക് നീ തന്നിട്ട് അങ്ങനെ മാലോകരിൽ എന്നെ നീ ശ്രേഷ്ഠനാക്കിയിരിക്കുമ്പോ എന്റെ റബ്ബേ, എനിക്കെങ്ങനെയാണ് നിന്നെ സ്തുതിക്കാതിരിക്കാൻ കഴിയുക എന്ന് സഹോദരങ്ങളെ, ഏതൊരു വിശ്വാസിക്കാണ് പറയാൻ കഴിയുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല പറയുകയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലാ, നിങ്ങളിലേക്ക് നിരക്ഷരനായ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. ആ നിരക്ഷരനായ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകുന്നു. ആ വേദഗ്രന്ഥം ജനങ്ങൾക്ക് ആ പ്രവാചകൻ ഓതിക്കൊടുക്കുകയും അതിലൂടെ ജനങ്ങളെ സംസ്കരിക്കുകയും നന്മയിലേക്ക് ആ പ്രവാചകൻ കൊണ്ടുവരികയും ചെയ്യുന്നു. ആ വേദഗ്രന്ഥം നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വഴികേടിലായിരുന്നു. വഴികേടിൽ ജീവിച്ചുകൊണ്ടിരുന്ന നിങ്ങളെ പരിശുദ്ധരാക്കി തീർക്കുവാൻ, നന്മയുടെ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി ഇതാ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. വാഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വാഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. ഇന്ന് ആ പ്രവാചകനോടൊപ്പം ഇല്ലാത്ത പല ആളുകളും ഭാവിയിൽ വരാൻ പോകുന്നുണ്ട്. ആ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളായി അവരോടൊപ്പം എത്തിച്ചേരത്തക്കവണ്ണം അവർ ഭാവിയിൽ വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആളുകളെയും സംസ്കരിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധമായ വേദഗ്രന്ഥവുമായി മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളിലേക്ക് അല്ലാഹു തആല അയച്ചു തന്നിട്ടുണ്ട് എങ്കിൽ ദാലിക ഫദ്ലുല്ലാഹ്, അല്ലാഹു പറയുകയാണ്, അതാണ് അല്ലാഹു നിങ്ങളുടെ മേൽ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഫളൽ, അല്ലാഹുവിന്റെ ഏറ്റവും
വിലമതിക്കാൻ കഴിയാത്ത അനുഗ്രഹം കിട്ടിയ വേദഗ്രന്ഥത്തിന്റെ അനുയായികളായി തീർന്ന മറ്റുള്ളവർ ആ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയപ്പോ വേദഗ്രന്ഥത്തിന്റെ വക്താക്കളായി തീരാൻ മഹാഭാഗ്യം സൃഷ്ടിച്ച മാലോകരെക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയും തന്നുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് ഖുർആനിന്റെ ആളുകളായ നമ്മളെങ്കിൽ സഹോദരങ്ങളെ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ ഇങ്ങനെ അവന്റെ ഫളല്, അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നത്? എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അവന്റെ ഫളൽ നൽകുന്നത്? പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നതായ ഒരു വർത്തമാനത്തിൽ നമ്മൾക്ക് കാണാം, ഹാദാ മിൻ ഫളലി റബ്ബി ലിയബ്ലുവനി അശ്കുറു അം അക്ഫുർ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ഹാദാ മിൻ ഫളലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്റെ റബ്ബിന്റെ ഫളലാണ്, അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അനുഗ്രഹം തന്നിട്ടുള്ളത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ദിവ്യമായ വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം നമ്മൾക്ക് തന്നിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അശ്കുറു അം അക്ഫുർ, നാം ആ വേദഗ്രന്ഥം പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ആളുകളായി തീരുമോ അതോ നന്ദി കെട്ട ആളായി തീരുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, അല്ലാഹു തആല ഏറെ അനുഗ്രഹിച്ച വിശുദ്ധമായ ഖുർആനാകുന്ന മഹത്വപൂർണമായ വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണല്ലോ നമ്മൾ. അള്ളാഹു നമ്മളെയാണല്ലോ മാലോകരെക്കാൾ ശ്രേഷ്ഠത തന്നുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ആവർത്തിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള വിഭാഗം നമ്മളാണ് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം. വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നവർക്കാണ് അവന്റെ ഈ അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത്. വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ വല്ലാഹു ദുൽ ഫളലിൽ അലീം. അല്ലാഹുവിൽ നിന്നാണ് ഫളൽ ഉണ്ടാകേണ്ടുന്നത്, അനുഗ്രഹം ഉണ്ടാകേണ്ടുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള ആ അനുഗ്രഹത്തിന് വേണ്ടി വല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി, അല്ലാഹു തിരഞ്ഞെടുക്കുകയാണ് അവന്റെ അടിമകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ചില ആളുകളെ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന് മുമ്പ് പല വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥമായ തൗറാത്തിന്റെ അനുയായികളായി തീരുകയും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന വേദഗ്രന്ഥം തൗറാത്തിനെ ജീവിതത്തിൽ സ്വീകരിക്കാതെ ജീവിക്കുകയും ചെയ്ത ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത്ത് ثم لم يحملوها كمثل الحمار يحمل أسفارا. അല്ലാഹു തആല പറയുകയാണ്, മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത്ത്, തൗറാത്ത് എന്ന വിശുദ്ധമായ വേദഗ്രന്ഥം ജീവിതത്തിൽ സ്വീകരിച്ചതായ ആളുകൾ, ആ വേദഗ്രന്ഥം അല്ലാഹു തആല അവർക്ക് കൊടുത്തു. പക്ഷേ സുമ്മലം യഹ്മിലുഹ, പിന്നെ അവർ ആ വേദഗ്രന്ഥത്തെ അവരുടെ ജീവിതത്തിൽ പാലിച്ചില്ല, നിലനിർത്തിയില്ല. ആ വേദഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് അവർ ജീവിക്കാൻ തയ്യാറായില്ല. അങ്ങനെ വേദഗ്രന്ഥം കിട്ടുകയും വേദഗ്രന്ഥത്തെ കൈയൊഴിയുകയും ചെയ്യുന്നതായ ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെപ്പോലെയാണ് അവരുടെ ഉപമ എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഒരു കഴുതയുടെ പുറത്ത് കുറെ പവിത്രമായ ഗ്രന്ഥങ്ങൾ, മൂല്യമുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചു കൊടുത്താൽ കഴുതയ്ക്കറിയുമോ? ഇല്ല. താൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥത്തിന്റെ മഹത്വം, അതിന്റെ പവിത്രത, അതിന്റെ ശ്രേഷ്ഠത എത്രയാണ് എന്നറിയാതെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന, സഞ്ചരിക്കുന്ന കഴുതകളെ പോലെയാണ് വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് ആ അനുഗ്രഹത്തിൽ നിന്ന് കുതറിച്ചാടി പോകുന്ന ആളുകളുടെ അവസ്ഥയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് പറയുകയാണ്, ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ വചനങ്ങളെ നിഷേധിക്കുകയും അതിനെ വ്യാജമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഉപമ എത്ര ചീത്തയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുകയാണ്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇങ്ങനെയുള്ള അക്രമികൾക്ക് അല്ലാഹു തആല ഒരിക്കലും ഹിദായത്തിന്റെ വഴി തുറന്നു കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. അഥവാ വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം സ്വന്തം ജീവിതത്തിൽ കിട്ടിയിട്ട് ആ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയാതെ കഴുതയെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ അവതരിച്ചു കിട്ടിയ വിശുദ്ധമായ ആ പ്രമാണങ്ങളുടെ ആ വേദഗ്രന്ഥങ്ങളുടെ മഹത്വം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാതെ ആ ഗ്രന്ഥവും കൊണ്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര ചീത്തയാണ് അവരുടെ അവസ്ഥയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഇനി ഒരു വേദഗ്രന്ഥം ഉണ്ടായിരുന്നു എങ്കിൽ വേദഗ്രന്ഥത്തിന്റെ ഖുർആനിന്റെ അനുയായികളെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ അല്ലാഹു തആല എത്രത്തോളം ആക്ഷേപകരമായ നിലയിലായിരിക്കും പരിചയപ്പെടുത്തുക എന്നുള്ളത് നാം ഒരാവർത്തി ഒന്നാലോചിച്ചു നോക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ വളരെ വേദനയോടെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന ഒരു വർത്തമാനം പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാം. വഖാല റസൂൽ, അല്ലാഹുവിന്റെ റസൂല് പറയും, യാ റബ്ബ്, എന്റെ റബ്ബേ, ഖുർആനാകുന്ന അനുഗ്രഹം ഇവർക്ക് ഇറക്കി കൊടുത്തു. ആ ഖുർആനിന്റെ എത്രയോ അവതരണ മാസം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. വേദഗ്രന്ഥം നൽകിയിട്ട് ആ വേദഗ്രന്ഥം സ്വീകരിക്കാതിരിക്കുന്ന ജനതകളുടെ ഉപമ എത്ര ചീത്തയാണ് എന്ന് അവർ മനസ്സിലാക്കി. അല്ലാഹുവേ, നീ മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ ഫളൽ നിന്റെ വേദഗ്രന്ഥമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. പക്ഷേ വഖാല റസൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമത്രേ, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ജനത ഇത്ര മഹത്വപൂർണമായ ഒരു ഗ്രന്ഥമുണ്ടായിട്ടും അതിനെ വിസ്മരിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ വളരെ നിസ്സാരമായ ലാഘവ ബുദ്ധിയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്റെ ജനത കഴിഞ്ഞുകൂടിയല്ലോ റബ്ബേ എന്നോർത്തുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടപ്പെടുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾക്ക് അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ വേദഗ്രന്ഥവും അന്ത്യപ്രവാചകനാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായി തീരുക എന്ന മഹത്വപൂർണമായ ഭാഗ്യവും നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് ആ വേദഗ്രന്ഥത്തോടുള്ള ബന്ധം എന്താണ്? ആ വേദഗ്രന്ഥം നമ്മളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? നമ്മളുടെ സ്വഭാവത്തിലോ, നമ്മളുടെ ആരാധനകളിലോ, നമ്മളുടെ സംസ്കാരങ്ങളിലോ, നമ്മളുടെ ജീവിത വ്യവഹാരങ്ങളിലോ, തൊഴിലുകളിലോ, ഏത് കാര്യങ്ങളിലാണ് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചം നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടെ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ നമ്മൾക്കൊരു ദിവസം വരാൻ പോകുന്നുണ്ട്. ഏതാണ് ആ ദിവസം? യൗമനദൂ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. എല്ലാ മനുഷ്യരെയും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുന്നതായ ഒരു ദിവസം. എങ്ങനെയാണ് വിളിക്കുന്നത്? കുല്ല ഉനാസിൻ ബിഇമാമിഹിം, അവരുടെ ഇമാമുമാരോടൊപ്പം അല്ലാഹു തആല എല്ലാവരെയും വിളിക്കും. നമ്മളുടെ യഥാർത്ഥമായ ഇമാം ആരാണ്? നമ്മൾക്കറിയാം, ഒരു മനുഷ്യൻ മരിച്ച് ഖബറടക്കി ആ ഖബറിന്റെ ഉള്ളിലേക്ക് അവരെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തൽഖീൻ ഓതുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകളോട്, ഇതാ നിന്റെ അടുക്കലേക്ക് ഖബറിലേക്ക് മലക്കുകൾ വരാൻ പോവുകയാണ്. അവർ വന്നിട്ട് ചോദിക്കും, വമാ ഇമാമുക, നിന്റെ ഇമാം ആരാണ് എന്ന്. അവിടെ നീ ഷാഫി ഇമാമെന്നോ ഹംബലി ഇമാമെന്നോ ഹനഫി ഇമാമെന്നോ പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് നീ ധരിക്കേണ്ടതില്ല. മറിച്ച് നീ അവിടെ പറയേണ്ടുന്ന മറുപടി ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണ് എന്നാണ്. സഹോദരങ്ങളെ, ആ ഖുർആനാകുന്ന നമ്മളുടെ ഇമാമുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്ന ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അന്ന് ഈ ജീവിതത്തിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ
അനുഗ്രഹം തിരിച്ചറിയുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത ആളുകളാണ് എങ്കിൽ അല്ലാഹു തആല പറയുന്നു ഫൗലായിക യഖറഊന കിതാബഹും വലാ യുദ്ലമൂന ഫീലാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ് യൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, തങ്ങളുടെ ഇമാമുമാരോടൊപ്പം അല്ലാഹു തആല അവരെ വിളിക്കുകയും ഫമൻ ഊതിയ കിതാബഹു ബിയമീനി, അല്ലാഹു തആല നമ്മളുടെ ജീവിതത്തിൽ തന്ന കിതാബ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കിതാബുണ്ട്, ആ ഗ്രന്ഥം നമ്മളുടെ കൈകളിലേക്ക് അവിടെ വെച്ച് തരികയും ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് പറയും വായിച്ചു നോക്കാൻ പറയും. വലാ യുദ്ലമൂന ഫീല, അവരോട് അല്പം പോലും അനീതി കാണിക്കപ്പെടുന്നതല്ല എന്ന് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് വമൻ കാന ഫീ ഹാദിഹി അഅമാ, അല്ലാഹു തആല പറയുന്നു വമൻ കാന ഫീ ഹാദിഹി അഅമാ, ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഇഹത്തിൽ കണ്ണുപൊട്ടനായാൽ അന്ധനായിട്ട് ജീവിക്കുകയാണ് എങ്കിൽ ഫഹുവ ഫിൽ ആഖിറതി അഅമാ വഅളല്ലു സബീലാ, പരലോകത്തിൽ അവൻ വരിക അന്ധനായിട്ടായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, ചില ആളുകൾ ഖിയാമത്ത് നാളിൽ വരും 90 വയസ്സുവരെ എല്ലാ ദിവസവും പത്രത്തിന്റെ ഓരോ ചരമകോളങ്ങളടക്കം അരിച്ചുപറക്കി ഒരു കണ്ണടയുടെ പോലും സ്വാധീനമില്ലാതെ വായിച്ചുകൊണ്ടിരുന്ന ആളുകൾ കണ്ണുപൊട്ടന്മാരായി അന്ധന്മാരായി അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഹാജരാക്കപ്പെടുന്നത്? അവരുടെ ജീവിതത്തിൽ നൽകിയ ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു. വിശുദ്ധമായ ആ ഗ്രന്ഥത്തെ അത് കാണാൻ അവരുടെ കണ്ണിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും അന്ധത അവരുടെ ഹൃദയത്തെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്നത് അന്ധന്മാരായ അവസ്ഥയിലായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. സഹോദരങ്ങളെ, ഈ ലോകത്ത് വെച്ചുള്ള അന്ധതയല്ല യഥാർത്ഥമായ അന്ധത എന്ന് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവിനെ നമ്മൾക്കറിയാം, 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാതിരുന്ന സ്വഹാബി വര്യനായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ സ്വഹാബി വര്യൻ കടന്നു ചെല്ലും. എന്തിനാണ്? പ്രവാചക ഖുർആനിൽ നിന്ന് വല്ല ആയത്തുകളും അവതരിച്ചിട്ടുണ്ടോ അത് പഠിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി തപ്പിത്തടഞ്ഞ് വിഷജന്തുക്കളുള്ള ഇഴജന്തുക്കളുള്ള മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് എവിടെയാണോ പ്രവാചകനുള്ളത് ആ പ്രവാചകന്റെ സദസ്സിലേക്ക് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ പഠിക്കാൻ വേണ്ടി 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാതിരുന്ന ആ സ്വഹാബി വര്യൻ എത്തിച്ചേരും. അങ്ങനെയാണല്ലോ ആ സ്വഹാബി വര്യനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ 10ഓളം ആയത്തുകൾ തന്നെ അവതരിക്കാൻ കാരണമായി തീർന്നത് അങ്ങനെയുള്ള ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ്. ഈ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലവും കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം മുസ്ലിമീങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെല്ലാവരും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി ഇസ്ലാമിനെതിരിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ രാജ്യത്തിന്റെ ഓരോ ഗവർണർമാർക്കും കത്തെഴുതി, ഇതാ ഇസ്ലാമിക സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സംഘടിച്ചിരിക്കുകയാണ്, പ്രതിരോധം അനിവാര്യമായി തീർന്നിരിക്കുന്നു, ഭരണാധികാരിയുടെ ഉത്തരവുണ്ടായിത്തീർന്നു, എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്നു. ശത്രുപക്ഷത്ത് നോക്കുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വണ്ണം വിശാലമായ വലിയ സൈനിക വ്യൂഹം നിലനിൽക്കുകയാണ്. സഹോദരങ്ങളെ, ആ സൈനിക വ്യൂഹത്തിന്റെ ഇടയിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ, മുസ്ലിം സൈന്യത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു 2 കണ്ണുകളും കാണാത്ത സ്വഹാബി വര്യൻ ഇറങ്ങി വരികയാണ്. മുസ്ലിമീങ്ങൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഈ മനുഷ്യന് ഒരു യുദ്ധത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തിരഞ്ഞെടുത്തത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം പരിശുദ്ധമായ ഖുർആനായിരുന്നു എങ്കിൽ ഹൃദയാന്ധത അദ്ദേഹത്തിന് അകന്നു പോവുകയും ബാഹ്യമായ ദുനിയാവിന്റെ അന്ധത
മാത്രമാണ് അദ്ദേഹത്തിൽ അവശേഷിക്കുകയും ചെയ്തത് എങ്കിൽ ഹൃദയാന്തത അകന്നു പോകുന്നതോടുകൂടെ ഖാദിസിയ യുദ്ധം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ശത്രു സൈന്യത്തിന്റെ അങ്ങേ തലക്കൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളുടെ വെട്ടും കുത്തുമേറ്റ് മരിച്ചു കിടക്കുന്ന രംഗം, ഷഹീദായി കിടക്കുന്ന രംഗം കാണുന്നു. എവിടെയാണ് ശത്രുക്കളുടെ സൈന്യത്തിന്റെ തലക്കൽ അവരുടെ നാശം വിതച്ചതിന് ശേഷം ആ തലക്കൽ പോയി മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ഷഹീദായി കിടക്കുന്നത് കാണുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതായ ഒരു വചനമുണ്ട്. വലൗ അന്നാ കതബനാ അലൈഹിം അനിഖ്തുലു അൻഫുസകും ഔ യഖ്റുജു മിൻ ദിയാരികും മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും. വലിയ പ്രയാസകരമായ കാര്യങ്ങളൊന്നും ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. സ്വയം നശിക്കാനോ ഇല്ലാതായി തീരാനോ ഒന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, അവരോട് അങ്ങനെയെങ്ങാനും പറഞ്ഞിരുന്നു എങ്കിൽ അവരിൽ നിന്ന് കുറച്ചാളുകൾക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് പറയുകയാണ്. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തസ്ബീതാ. ഏറ്റവും വലിയ ഖൈർ അല്ലാഹു നൽകുന്ന സദുപദേശത്തെ ഏത് രംഗത്തിലും സ്വീകരിക്കലായിരിക്കും അവർക്ക് ഖൈറായിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അഥവാ അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഈ ദുനിയാവിലുള്ള അന്ധത അവർക്കൊരു തടസ്സമായി തീർന്നില്ല. മറിച്ച് കണ്ണുകളെ ബാധിക്കുന്ന അന്ധതയേക്കാൾ വലിയ ഹൃദയാന്ധത അവരുടെ ജീവിതത്തിൽ നിന്ന് മുന്നേ മാറിപ്പോവുകയും നന്മയിലൂടെ മുന്നേറുവാനും ആ ഖുർആനുമായി ജീവിച്ച് ആ മാർഗത്തിൽ മരിച്ചു വീഴുവാനും അവർക്ക് കഴിഞ്ഞത് ആ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചത് കൊണ്ടാണ് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, തീർച്ചയായും നമ്മളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ പറയേണ്ടുന്നത്. ഖുർആൻ അറിയുന്ന ഖുർആനിന്റെ അഹ്ലുകാരായിട്ടുള്ള ആളുകൾ നമ്മളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ പറയണം, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബി. ഇതാ ഖുർആനാകുന്ന ഒരു ദിവ്യ വേദഗ്രന്ഥം കൊടുത്ത് പരീക്ഷണത്തിന് വിധേയമായിട്ട് തോറ്റുപോയ ഇവരെക്കാൾ അല്ല എന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുകയാണല്ലോ എന്ന് പറയേണ്ടി വരുന്നത് നമ്മളെ കാണുമ്പോഴാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. സഹോദരങ്ങളെ, എന്താണ് നമ്മൾക്ക് ഖുർആനുമായുള്ള ബന്ധം? കഴിഞ്ഞ റമളാനിൽ മടക്കി വെച്ച ഖുർആൻ തുറന്നു നോക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുകയായിരുന്നു എങ്കിൽ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന നമ്മൾക്ക് ആ ഖുർആനിനെ ഉൾക്കൊള്ളാൻ എത്രയോ സമയങ്ങൾ, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നിട്ട് അതിനെയെല്ലാം നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കാണ് അന്ധത ബാധിച്ചത്, ഹൃദയാന്ധത ബാധിച്ചത്, നമ്മളുടെ കാതുകൾക്കാണ് വ്യതിരത ബാധിച്ചത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാ പറഞ്ഞത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഖൽബുണ്ടായിരുന്നു, പക്ഷേ ആലോചിക്കൂല, ചിന്തിക്കൂല. അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുണ്ടായിരുന്നു, പക്ഷേ ഖുർആൻ അവർ കണ്ടില്ല. ആദാനുൻ ലാ യസ്മഊന ബിഹാ. കാതുണ്ടായിരുന്നു, പക്ഷേ ആ ഖുർആൻ കേൾക്കാൻ അവർക്ക് തയ്യാറായില്ല. അവരെ കുറിച്ചാ അല്ലാഹു പറഞ്ഞത്, ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. നരകത്തിന്റെ ഇന്ധനമാണ് അവരെന്ന് അല്ലാഹു തആല നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ദിവ്യമായ വേദഗ്രന്ഥത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, റമളാനിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന നാം ഓരോരുത്തരും സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം, അല്ല തന്ന അനുഗ്രഹമായ ഈ വേദഗ്രന്ഥത്തോട് എന്റെ നിലപാടെന്തായിരുന്നു? ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് എന്ത് കാര്യങ്ങളാണ് എന്റെ ജീവിതത്തെയും സ്വഭാവത്തെയും എന്റെ സംസ്കാരത്തെയും സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാനും ഉണർന്നു പ്രവർത്തിക്കാനും തയ്യാറാവുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വസ്തഗ്ഫീഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഞാൻ എന്നോടെന്നതുപോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യൻ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമായി തീരുന്ന ഒരു രംഗമാണ് മഹ്ശറയിലേക്ക് അവരെ കൊണ്ടുവരുന്ന രംഗം. നാം അടക്കപ്പെട്ട നമ്മളുടെ ഖബറുകളിൽ നിന്ന്
രണ്ടാമത് സൂറിൽ ഊതപ്പെടുന്ന രംഗം ഓരോ മനുഷ്യരെയും മഹ്ശറയിലേക്ക് നയിച്ചു കൊണ്ടുവരികയാണ്. ഖബർ പൊട്ടിക്കീറി മനുഷ്യൻ പുറത്തേക്ക് വരുന്ന സന്ദർഭം ഏറെ ഗൗരവമുള്ള രംഗമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഭാവിയെക്കുറിച്ചുള്ള അവസ്ഥ എന്താണ് എന്നറിയാതെ ഭയത്തോടെ, ഭയം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും ആവരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, ഏറെ ഒറ്റപ്പെട്ടു പോകുന്ന, അപരിചിതത്വം നിറഞ്ഞ ആ ഒരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനാകുന്ന വേദഗ്രന്ഥത്തെ ജീവിതത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതിന് നെഞ്ചോട് ചേർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഖുർആനിന്റെ വക്താക്കൾ ആ സന്ദർഭത്തിൽ പോലും എങ്ങനെയായിരിക്കുമെന്ന്. വഇന്നൽ ഖുർആൻ യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബ്റുഹു കറജുലി ഷാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഖബർ പൊട്ടിക്കീറി ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അപരിചിതത്വം നിറഞ്ഞ നിലയിൽ അവൻ ഒരാളെ കണ്ടുമുട്ടും. ഫയഖൂലു, ആ മനുഷ്യൻ ചോദിക്കും, ഹൽ തഅരിഫുനി, നിനക്കെന്നെ അറിയുമോ? ആരെയും പരിചയമില്ല. അത്ര പ്രയാസകരമായ സ്വന്തം കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ അറിയുമോ? അപ്പൊ ഈ മനുഷ്യൻ പറയും, ഫയഖൂലു മാ അരിഫു, ഇല്ല, ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടില്ല, നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയഖൂലു അന സ്വാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ ജീവിതത്തിൽ മിത്രമായിരുന്ന ഖുർആനാണ്. നീ നെഞ്ചോട് ചേർത്ത, നിന്റെ പരിശുദ്ധമായ നിന്റെ ജീവിതത്തിലേക്ക് ഇറക്കി തന്ന അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ് ഞാൻ. അതിനെ നീ പഠിച്ചില്ലേ? അത് നീ പകർത്തിയില്ലേ? അതിന്റെ അവതരണ മാസത്തെ ആ പവിത്രതയും പരിശുദ്ധതയും നൽകിക്കൊണ്ട് നിനക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? അല്ലദീ അൻബഅതുക ഫിൽ ഹവാജിർ, പകലിൽ നീ എന്റെ ഈ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ടാണ്, എന്നെ പാരായണം ചെയ്തുകൊണ്ടാണ് നിന്റെ തൊണ്ടകൾ വരണ്ടുണങ്ങിയത്. അതുപോലെ വാസ്ഹർതു ലൈലക, നിന്റെ രാവുകളിൽ നിന്റെ നിദ്ര അകന്നുപോയത്, രാത്രികളിൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തെ പാരായണം ചെയ്തുകൊണ്ടാണ്. എങ്കിൽ അങ്ങനെ നീ പാരായണം ചെയ്ത ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ എന്ന് ആ ഒരു അവസ്ഥയിൽ നമ്മളോട് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തും. എന്നിട്ട് പറയും, ദുനിയാവിൽ ധാരാളം വ്യാപാരികൾ ഉണ്ടായിരുന്നു, അവരെല്ലാം അവരുടെ വ്യാപാരത്തിൽ ഏറ്റവും പിറകിലായി തീർന്നിരിക്കുന്ന ഈ സമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയുഅത അൽ മുൽകു ബിയമീനി വൽ ഖുൽദു ബിശിമാലി, അവന്റെ വലത് കൈയിലേക്ക് അൽ മുൽക്ക് എന്ന പവിത്രമായ ആ പദവി നൽകപ്പെടും. അതുപോലെ അവന്റെ ഇടത് കൈയിലേക്ക് വൽ ഖുൽദ് എന്ന പവിത്രമായ അവസ്ഥ നൽകപ്പെടും. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, മഹത്വത്തിന്റെ കിരീടം അവന്റെ മേൽ അണിയിക്കപ്പെടും. വയുക്സാ വാലിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തിയ ആളുകളാണ് എങ്കിൽ ആ ഖബറിൽ നിന്ന് പൊട്ടിപ്പിളർന്നു വരുമ്പോ മഹത്വത്തിന്റെ കിരീടമണിയിച്ച് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ജീവിതത്തിന്റെ ഉന്നതമായ പദവികൾ തന്നുകൊണ്ട് നമ്മളെ സ്വീകരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഖുർആൻ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ വയുക്സാ വാലിദ, നമ്മളുടെ മാതാപിതാക്കൾക്ക് അവിടെ വെച്ച് ധരിപ്പിക്കപ്പെടുന്നു. ഹുല്ലത്തൈൻ, രണ്ട് ഉടയാടകൾ അള്ളാന്റെ റസൂല് പറയുകയാണ്. ഖുർആൻ നമ്മളുടെ മക്കളെ പഠിപ്പിച്ചു, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു. ആ മനുഷ്യൻ പരലോകത്ത് എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ അവന്റെ മാതാപിതാക്കൾക്ക് ഇതാ നൽകപ്പെടുകയാണ്, രണ്ട് ഉടയാടകൾ നൽകപ്പെടും. ലാ യുഖവ്വബു ലഹുമാ ഹുലുദ് ദുനിയാ, ദുനിയാവിലുള്ള ഒരാർഭാടവും ഒരു അലങ്കാരങ്ങളും അതിന് കിടയൊക്കുകയില്ല. അത്ര മഹത്വപൂർണമായ ഉടയാടകൾ അവർക്ക് നൽകപ്പെടും. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഭയത്തോടെ ചോദിക്കും, ഫയഖൂലാനി, ആ ഉമ്മയും വാപ്പയും ചോദിക്കും, ബിമ കുസീനാ ഹാദി, അല്ലാഹുവേ എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ആദരിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മഹത്വം നൽകപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ ഫയുഖാലു, പറയപ്പെടും, നിനക്കൊരു മകനുണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, നീ ആ മകന്, ആ മകൾക്ക് അള്ളാഹുവിന്റെ വേദഗ്രന്ഥം
പഠിപ്പിക്കാൻ നീ തയ്യാറായതുകൊണ്ടാണ് നിനക്കിത് നൽകപ്പെടുന്നത് എന്ന് പറയുകയും ആ മനുഷ്യനോട് പറയും, ഇഖ്റ, നീ ഓതു, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തു, വസ്അദ് ഫീ ദറജത്തിൽ ജന്ന വഗുറഫിഹാ, സ്വർഗ്ഗത്തിന്റെ അറകളിലേക്കും അതിന്റെ പദവികളിലേക്കും അത് പാരായണം ചെയ്തുകൊണ്ട് നീ പ്രവേശിക്കുക എന്ന് പറയുകയും അവൻ അങ്ങനെ ഖുർആനിന്റെ പാരായണത്തിലായി ആ സ്വർഗീയ അറകളിലേക്ക്, ഉന്നതമായ അവസ്ഥകളിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എങ്കിൽ സഹോദരങ്ങളെ, നമ്മളുടെ ഹൃദയാന്തത നാം മാറ്റണം. നമ്മളുടെ കാതിന്റെ ആ അന്ധത നാം മാറ്റണം. നമ്മളുടെ കണ്ണുകളുടെ അന്ധത നാം മാറ്റണം. ഖുർആനൊന്ന് നോക്കാൻ, ഖുർആനൊന്ന് കേൾക്കാൻ, ഖുർആനിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാൻ ഇനിയും നമ്മൾ തയ്യാറാകിയില്ല എങ്കിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമായവരും ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചവരും നമ്മളായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ പല ആളുകളും രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് സഹോദരങ്ങളെ. കൊറോണ പോലെയുള്ള വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും പ്രാർത്ഥനകൾ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടെ ഉണർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. റഹ്മാനെ, പാപരഹിതമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ രോഗശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ നീ കാക്കണേ. റഹ്മാനെ, പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നീ അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ. റഹ്മാനെ, അവരുടെ ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ. ഖുർആനിനോടുള്ള ബന്ധം നന്നാക്കാനും പരിശുദ്ധമായ റമദാനിനെ നല്ല നിലയിൽ സ്വീകരിക്കാനുമുള്ള തൗഫീഖ് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت